ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2023-ലെയും 2024-ലെയും ഫുൾ PYQ കറൻറ്റ് അഫയേഴ്സ് നോക്കിയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 2022-ലെ കേരള PSC ചോദിച്ച ഫുൾ PYQ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് വിത്ത് കോഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഒന്നാമത്തെ, 2024-ലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. അത് ശരിയാണല്ലേ. ഓക്കെ, 2020-ലെ വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന് ലഭിച്ചു. അതും ശരിയാണ്. 2020-ലെ ONV അവാർഡ് ശ്രീമതി M ലീലാവതിക്ക് ലഭിച്ചു. അതും ശരിയാണ്. 2020-ലെ എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ സച്ചിദാനന്ദന് ലഭിച്ചു. അത് തെറ്റാണല്ലേ. 2020-ൽ ആർക്കാണ്? സക്കറിയയ്ക്കാണല്ലേ. സക്കറിയയ്ക്കാണ് 2020-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2021 P വത്സല, 2022 സേതുമാധവൻ, 2023 വസന്തൻ അല്ലേ. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പ്രസ്താവനകളാണ്? 2021 ടോക്കിയോ ഒളിമ്പിക്സിന് നീന്തൽ താരം വിഷ്ണു ശരവണൻ യോഗ്യത നേടി. ശരിയാണല്ലേ. അടുത്തത്, 2016-ലെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയ രാജ്യം റഷ്യ ആയിരുന്നു. ആണോ? അല്ലല്ലോ. തെറ്റാണല്ലേ. ഓക്കെ, 2016 ചോദിച്ചിരിക്കുന്നത്. ബ്രസീലായിരുന്നല്ലേ. ബ്രസീൽ. ഓക്കെ, 2012-ലെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയ രാജ്യം ഫ്രാൻസ് ആയിരുന്നോ? അല്ലല്ലേ, UK ആണ്. 2012 UK ആയിരുന്നു. അതും തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങളായ അൻഷു മാലിക്കും സോനം മാലിക്കും 2021-ലെ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ 2ഉം 3ഉം ആണ് തെറ്റായ ഓപ്ഷൻസ്. അടുത്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ചോദിച്ചിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത്, ജസ്റ്റിസ് N രമണയെ ഇന്ത്യയുടെ 47ാമത് ചീഫ് ജസ്റ്റിസായി നിയോഗിച്ചു. അല്ല, 48ആണ്. ഇന്ത്യയുടെ 46ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അത് ശരിയാണല്ലേ. ഓക്കെ, അടുത്തത് നോക്കാം. ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസായിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അതും ശരിയാണ്. അടുത്തത്, ഇന്ത്യയുടെ 1ാമത്തെ ചീഫ് ജസ്റ്റിസായിരുന്നു ജസ്റ്റിസ് M പതഞ്ജലി ശാസ്ത്രി. തെറ്റാണ്. ഓക്കെ, 1ഉം 4ഉമാണ് തെറ്റായ ഓപ്ഷൻസ്. ഓക്കെ, നമ്മുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? 50ാമത്തെ DY ചന്ദ്രചൂഡാണ് അല്ലേ. DY ചന്ദ്രചൂഡ്. അതുപോലെ 49 ആരായിരുന്നു? ലളിത് ആയിരുന്നു അല്ലേ. UU ലളിത് ആയിരുന്നു. 49. ഓക്കെ, അടുത്തത് നോക്കൂ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ, 2020 ഡിസംബറിൽ ബുറെവി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് 2020-ലാണ്. ശരിയാണല്ലേ. അതുപോലെ നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, ശ്രീലങ്ക എന്നീ പ്രദേശത്തെയാണ് ബാധിച്ചത്. അതും ശരിയാണ്. നിസർഗ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ ഗുജറാത്ത് സംസ്ഥാനത്തെ സാരമായി ബാധിച്ചു. അത് ഗുജറാത്തിനെ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ ഗുജറാത്തിനെയല്ല സാരമായി ബാധിച്ചത്. ഏതാണ്? മഹാരാഷ്ട്രയാണ് അല്ലേ. മഹാരാഷ്ട്രയാണ് സാരമായി ബാധിച്ചത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. 2017 ഓക്കി ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചത്. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ 1, 2, 4 ആണ് ശരി. അഞ്ചാമത്തെ ചോദ്യം, ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയതിന് 2021-ലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ജൂലിയസ്. ഓർത്തുവയ്ക്കുക, ഡേവിഡ് ജൂലിയസ്. ഓക്കെ, നമുക്ക് ഈ PDF ലഭിച്ചിരിക്കുന്നത് സോഡിയാക് PSC അക്കാദമിയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ താങ്ക് യു പറയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആദ്യത്തേത്, ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. അതെ അല്ലേ. റൈരംഗ്പൂർ നഗർ പഞ്ചായത്തിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. വാണിജ്യത്തിനും ഗതാഗതത്തിനും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു. എല്ലാം ശരിയാണല്ലേ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏഴാമത്തെ ചോദ്യം, 2019 ജൂൺ 11 ഇന്ത്യയുടെ ബഹിരാകാശ സഹകരണം ഏത് രാജ്യവുമായി MOU
ധാരണാപത്രം ഒപ്പുവെച്ചു? ഏതാണ്? ടുണീഷ്യയാണ്. ടുണീഷ്യ ഓർത്തു വയ്ക്കുക. അടുത്തത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019 എന്ന് ഓർത്തു വയ്ക്കുക. 9ാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? പി വത്സലയാണല്ലേ. പി വത്സല 2021 എന്ന് എഴുതാൻ പി അല്ലേ. പി എഴുതുമ്പോൾ 18 ശേഷമാണ്. നമ്മൾ കോഡിലൂടെ തന്നെ ക്ലാസ് എടുത്തതാണ്. ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. എല്ലാ പുരസ്കാരങ്ങളും 2020, 21, 22, 23, 24 എല്ലാ വർഷത്തെയും പുരസ്കാരങ്ങൾ വിത്ത് കോഡ് വ്യക്തികളെയും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 10ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ്. ഓക്കെ, 2021 കേരളത്തിലെ ഇപ്പോൾ നടക്കുന്നത് 15ാമത്തെ നിയമസഭയാണ് എന്നോർത്ത് വയ്ക്കുക. അടുത്തത് നോക്കൂ. 11ാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS 04. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ച 2022, 23, 24 വർഷങ്ങളിലും ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. 12ാമത്തെ ചോദ്യം നോക്കൂ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗൻ അല്ലേ, നമുക്കറിയാവുന്നതാണ്. അടുത്തത് നോക്കൂ. 13ാമത്തെ, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയാം, ക്രിക്കറ്റ് അല്ലേ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 അല്ലേ. 2019 ജൂലൈ 22. അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ 3 എന്നാണ്? 2023 അല്ലേ. 3 ആണ്. അതുകൊണ്ട് തന്നെ 2023 ഒരു ജൂലിയാണല്ലേ. ഒരു ജൂലൈ 14 വിക്ഷേപിച്ചത്. ഇവിടെ 22 ആകുമ്പോൾ 19 ജൂലൈ 22. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കൂ. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? കെ വി റാബിയ. ഇത് 2022 അപ്പോൾ നമുക്ക് 2023 ഒന്ന് നോക്കാം. ഓക്കെ, 2023 4 മലയാളികൾക്കാണ് മൊത്തത്തിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതിലാദ്യത്തേത് അന്യം നിന്നുപോയ 45ഓളം നെൽവിത്തുകളുടെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനും പ്രചാരകനുമായ ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമൻ. ഓക്കെ, അടുത്ത ആരാണ്? 1ാമത്തെ ആളാണ് ചെറുവയൽ രാമൻ. 2ാമത്തെ ആൾ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കളരികളിൽ ഒന്നായ കണ്ണൂർ വളപട്ടണത്ത് ശ്രീ ഭാരത് കളരിയുടെ ഗുരുക്കളും കളരിപ്പയറ്റ് സംബന്ധിയായ 5 പ്രശസ്ത ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ ശ്രീ SRD പ്രസാദ്. ഓക്കെ, അടുത്ത വ്യക്തി ആരാണ്? പ്രമുഖ ഗാന്ധിയനും സ്വതന്ത്ര സമര പോരാളിയുമായ VP അപ്പുക്കുട്ടൻ. ഓക്കെ, 4ാമത്തെ ഏറ്റവും അവസാനത്തെ ആളായ ചരിത്രകാരൻ ഡോക്ടർ CI ഐസക്. ഓക്കെ, ഈ 4 പേർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ. 16ാമത്തെ ചോദ്യം, 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ഏതാണ്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഓക്കെ, 67ാമതാണ് പറയുന്നത്. 69 ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 69ാമത്തെ ഏതാണ്? മികച്ച ചിത്രം എന്ന് പറയുന്നത് റോക്കറ്ററി ആണ് അല്ലേ. റോക്കറ്ററി. ഓക്കെ, മലയാളം സിനിമ, മികച്ച മലയാള സിനിമ ഏതാണ്? ഹോമാണ്. ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രത്യേക ജൂറി പുരസ്കാരം ഇന്ദ്രൻസിന് ലഭിച്ചു. മലയാളി ആയതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കൂ. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഉത്തരം, ദിസ് ഈസ് നോട്ട് എ ബെറിയൽ, ഇറ്റ് ഈസ് റിസറക്ഷൻ. ഓക്കെ,
ഓക്കെ, അപ്പോൾ 2023 28 ഏതാണെന്നറിയാവോ? ഒരു ജപ്പാനീസ് ചിത്രമാണ്. ഓർത്ത് വയ്ക്കുക, ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, എക്സിസ്റ്റ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കൂ, 18ാമത്തെ ചോദ്യം. ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്. ഓക്കെ, ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരിയാണല്ലേ. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്. ശരിയാണ്. 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്. ഓക്കെ, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ ഡിസ്ക് ഫോർട്ട് ഓഫ് ഈവനിങ്. തെറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടത് 2021 നമുക്കിനി പഠിച്ചു വെക്കേണ്ടത് 2023. ഓക്കെ, 2023 ഏതാണ്? 2023 ബുക്കർ പ്രൈസ് നേടിയത് പോൾ ലിഞ്ചാണ്. ഓക്കെ, പോൾ ലിഞ്ചാണ് നേടിയത്. ഏതായിരുന്നു? പ്രൊഫറ്റ് സോങ് എന്ന ബുക്കിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം. 19ാമത്തെ ചോദ്യം നോക്കൂ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഒരുപാട് തവണ ചോദിച്ചതാണ്. ഏതാണ്? മില്ലറ്റ് അല്ലേ. മില്ലറ്റ് 3 അക്ഷരം 2023 എന്നോർക്കുക. ഓക്കെ, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ ജോസഫ് ആണ്. അതുപോലെ ഏറ്റവും ചെറിയ ആളാരായിരുന്നു? ചെറിയ ആൾ KM സച്ചിൻ ദേവ്. ഓക്കെ, KM സച്ചിൻ ദേവ് ആണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ ആരാണ്? അറിയാമല്ലോ, AM ഷംസീർ. ഓർത്ത് വയ്ക്കുക. 22ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? അബ്ദുറഹിമാൻ. നമ്മൾ ഓൾറെഡി കോഡോടുകൂടെ തന്നെ ക്ലാസ് ചെയ്താണ്. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക. എന്താണ് കായിക വകുപ്പ് അല്ലേ? നന്നായി ഓടേണ്ടി വരും. കായികമല്ലേ, നന്നായി ഓടേണ്ടി വരും. നന്നായി ഓടുന്നത് മാനാണല്ലേ, മാൻ. വി അബ്ദുറഹിമാൻ. ഓക്കെ, അടുത്ത് നോക്കൂ. 23 സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനല്ല. ഇപ്പോൾ ആരാണ്? ജസ്റ്റ് ഇത് തന്നെ പഠിച്ചു വെക്കുക. പക്ഷേ ഇപ്പോൾ ആരാണ്? ഇപ്പോൾ മാറിയിട്ടുണ്ട്. OR കേളു. വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ്. ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കൂ. 24ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഗീതാ ഗോപിനാഥ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? വീണ്ടും ചോദിച്ചിരിക്കുന്നു. P വത്സല. ഓക്കെ, 26ാമത്തെ ചോദ്യം. 2026 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? ഇതൊക്കെയാണ്. മിലാനുണ്ട്, അതുപോലെ കോർട്ടിന ഡി ആംബെബസോ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഭീമൻ അല്ലേ, ഭീമൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതല്ലേ, ഭീമൻ അല്ലേ. ഭീമൻ ഏതാണ്? ബീജിങ് 2022. അതുപോലെ മെൻ എന്നുള്ളത് മിലാനും കോട്ടീനയും 2026. ഓക്കെ, നമ്മുടെ സ്പോർട്സിൻ്റെയും വേദികളും വർഷങ്ങളും നമ്മൾ കോഡിലൂടെ തന്നെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. 27ാമത്തെ ചോദ്യം. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗ്ലാസ്ഗോയിലാണ് നടന്നത്. അതുപോലെ COP26 2021 എല്ലാ വർഷത്തിൻ്റെയും കൂടെ 5 കൂട്ടിയാൽ മതി. അതായത് 2021 നടന്നത് 26, COP 26 നടന്നത് എന്നോർക്കുക. ഓക്കെ, ഓപ്ഷൻ C ആണ് 1 and 3. ഓക്കെ, അടുത്ത നമുക്ക് 28ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2 ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് പാണ്ഡെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1-2 ചോദ്യങ്ങളോടും ചോദിച്ചോട്ടെ. നമ്മുടെ സംയുക്ത സൈനിക മേധാവി ആരാണ്? അനിൽ ചൗഹാൻ.
അനിൽ ചൗഹാൻ. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വ്യോമസേന, വ്യോമമാരാണ്? വ്യോമം ആരാണ്? VR ചൗധരിയാണ്. VR ചൗധരി. അതുപോലെ നാവികമാരാണ്? നാവികം ഓർത്ത് വയ്ക്കുക, ദിനേശ് കെ ത്രിപാഠി. ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ഇത്? ഓപ്ഷൻസായിട്ട് ദിനേശിനെ തന്നില്ലെങ്കിൽ R ഹരികുമാർ, ഇതിന് തൊട്ട് മുമ്പുള്ള R ഹരികുമാർ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കൂ. 29ാമത്തെ ചോദ്യം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലാജിതളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? 1, 3. 1, 3. ഓക്കെ, അടുത്തത് നോക്കാം. 30ാമത്തെ ചോദ്യം. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് നോക്കാം. 31ാമത്തെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S. സോമനാഥ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 32 താഴെ പറയുന്നവയിൽ ലിസ ചാലനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം? 2021 ലോക ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ഏതാണ്? ഓപ്ഷൻ 3 മാത്രമാണ് ശരിയായത്. ഓക്കെ, അപ്പോൾ തെറ്റാണ്. 1994 ഫാൽക്കെ അവാർഡ് നേടി. തെറ്റാണ്. കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടി. അതാണ് ശരി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻദോർ പുരസ്കാരം നേടി. അതും തെറ്റാണ്. ഓക്കെ, അടുത്തത് 33ാമത്തെ 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? P. വത്സല. 2021 2021 P. വത്സല അല്ലേ? ഈ P തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ 9 അല്ലേ? 29ാമത്തെ പുരസ്കാരമാണ്. നമ്മൾ കോട്ടിലൂടെ പഠിച്ചതാണ്. അടുത്ത് നോക്കൂ. 34 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയാണ് ഉത്തരം. സൗത്ത് കൊറിയ. 2018 സൗത്ത് കൊറിയ. അതുപോലെ 2022 എവിടെയായിരുന്നു? ചൈനയാണ് അല്ലേ? ചൈന, ബീജിങ് അല്ലേ? ബീജിങ്, ചൈനയിലെ ബീജിങ് ആയിരുന്നു. 2026 ഏതാണ്? ഇറ്റലിയാണ്. മിലാനും കോർട്ടിനും. ഓക്കെ, മിലാൻ കോർട്ടിന. ഓക്കെ, അടുത്തത് 35ാമത്തെ ചോദ്യം നോക്കൂ. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഏഷ്യൻ ഗെയിംസ് ആണ് 2018. ഏതാണ്? ഇന്തോനേഷ്യ. 2018 ഇന്തോനേഷ്യ. ഓക്കെ, 2018 ഇന്തോനേഷ്യ. അപ്പോൾ 2022 ചൈനയാണ്. 2026 ജപ്പാനാണ് എന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ കോഡൊക്കെ പഠിച്ചല്ലേ? എന്തായിരുന്നു കോഡ്? ഏഷ്യൻ ഗെയിംസ് അല്ലേ? ആശാൻ്റെ ഏഷ്യൻ അല്ലേ? ഏഷ്യൻ എന്ന് പറയുമ്പോൾ ആശാൻ്റെ ചൈനീസ്, പാൻ ജപ്പാൻ. എന്താണ്? കത്തിപ്പിടിച്ചു, ഖത്തർ അല്ലേ? ഖത്തർ. 2030 ഖത്തർ കത്തിപ്പിടിച്ചു. ആര് വന്നിട്ടാണ് അണച്ചത്? അറബി വന്നിട്ട് അടച്ചു അല്ലേ? 34 അറബി, സൗദി അറേബ്യ അറബി വന്ന് തീയണച്ചു. ഓക്കെ, അടുത്തത് നോക്കൂ. 36ാമത്തെ ചോദ്യം. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. രണ്ടാമത് വീണ്ടും ചോദിച്ചു. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ. ഓർത്തു വയ്ക്കുക. 2018 ഓസ്ട്രേലിയ. അപ്പോൾ 2022 എവിടെയാണ്? UK ആണ്. ബെർമിംഗ്ഹാം. ഓക്കെ, 2026 എവിടെയാണ്? 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇത് ക്യാൻസലായി അല്ലേ? ഈ സ്ഥലം അവർ തന്നെ ക്യാൻസൽ ചെയ്തു. പുതിയ സ്ഥലം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. 38ാമത്തെ ചോദ്യം. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 2021 ചോദിച്ചിരിക്കുന്നത്. 140 പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് പഠിക്കാനുള്ളത് 2023 എത്രയാണ്? 127 ആണ്. 2024 എത്രയാണ്? 129 ആണ്. വീണ്ടും
2 സ്ഥാനം പുറകിലേക്ക് പോയി. എന്താണ് എക്കണോമിക് ഫോറത്തിലെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 127, 2024 വന്നത് 129 എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കൂ 39ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയായിരിക്കുമല്ലോ, കേരളം. ഓക്കെ, അടുത്തത് നോക്കൂ 40ാമത്തെ ചോദ്യം. UNDPയുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 പഠിച്ചു വെക്കേണ്ട. 2023 നമുക്ക് പഠിക്കേണ്ടത്. 2023 134 റാങ്ക്. മാനവ വികസന സൂചിക 134. ഓക്കെ, അടുത്ത് നോക്കാം 41ാമത്തെ ചോദ്യം നോക്കൂ. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എത്രയാണ്? 7:1000. ഓക്കെ, അടുത്തത് നോക്കാം 42ാമത്തെ ചോദ്യം നോക്കൂ. 2022 ഭൗമദിനത്തിൻ്റെ തീം അല്ലേ, ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. 2022 ഭൗമദിനത്തിൻ്റെ തീം. ഓക്കെ, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഓക്കെ, 2022 നമ്മൾ പറഞ്ഞത്. 2023 ഏതാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. ഓക്കെ, 2024 എന്താണ്? 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, ഭൗമദിനം എന്നാണ്? ഭൗമദിനം ഏപ്രിൽ 22 അല്ലേ? ഏപ്രിൽ 22 ഭൗമദിനം, ഓർത്ത് വയ്ക്കുക. അടുത്തത് 43ാമത്തെ ചോദ്യം. 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമേത്? ഫിൻലാൻഡ്. 2022 ചോദിച്ചിരിക്കുന്നത്. എപ്പോൾ ചോദിച്ചാലും ഫിൻലാൻഡ് തന്നെ എഴുതിക്കോളൂ. എന്താണ്? 6ാമത്തെ തവണയാണ് അവർ വീണ്ടും വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നറിയാമോ? ഇന്ത്യയുടെ സ്ഥാനം 126 എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 2023 കണക്കനുസരിച്ച് 126. ഓക്കെ, 44ാമത്തെ ചോദ്യം. 2021 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഭാഗികമായി സ്യൂക്കുറോ മനോബയ്ക്കും ക്ലോസ് ഹസാൽമാനും അവരുടെ പഠനത്തിന് ലഭിച്ചു. അവരുടെ പഠനം എന്തായിരുന്നു? ആഗോളതാപന പ്രവചനങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കാം 45ാമത്തെ ചോദ്യം. ഫഗറിയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ്? കറ്റാലിൻ നൊവാക്. ഓക്കെ, ഫഗറി എന്നുള്ളത് എന്താണ്? തെറ്റായി കൊടുത്തതാണ്. എന്താണ്? ഹംഗറിയാണ് അല്ലേ? ഹംഗറിയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി. ഓക്കെ, കറ്റാലിൻ നൊവാക്. അടുത്തത് നോക്കൂ. GST കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി നിർമ്മല സീതാരാമൻ. ഓക്കെ, അടുത്തത് 47ാമത്തെ ചോദ്യം. 2022 ഫെബ്രുവരി 19 കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള 5 വകുപ്പുകളും അതത് ഡയറക്ടറേറ്റുകളും ലയിപ്പിച്ച് ഒരൊറ്റ വകുപ്പായി. ഓക്കെ, LGD കോമൺ സർവീസ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് കളക്ട്രേറ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഉൾപ്പെടുന്നില്ല? ഏതാണ്? ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളുടെ വിഭാഗവും. ഓക്കെ, അതായത് പഞ്ചായത്ത്, ഗ്രാമവികസനം, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്നുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, 48ാമത്തെ ചോദ്യം. മിലാനോ കോർട്ടീന 2026 അടുത്ത ശൈത്യകാല ഒളിമ്പിക്സ് ഏതു രാജ്യത്താണ് നടക്കുന്നത്? ഇറ്റലിയാണല്ലേ? ഇറ്റലി. ഓക്കെ, ഏതൊക്കെയാണ്? കോർട്ടീന, അതുപോലെ മിലാനോ കോർട്ടീന നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത് നോക്കൂ 49ാമത്തെ ചോദ്യം. 2022-23 യൂണിയൻ ബഡ്ജറ്റിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇനി പറയുന്ന നികുതികളിൽ ഏതാണ് മൊത്തം നികുതി വരുമാനത്തിൽ നിന്ന് പരമാവധി വിഹിതം നൽകുന്നത്? ഏതാണ് ഉത്തരം? ചരക്ക് സേവന നികുതി. ഓക്കെ,
50-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു. അടുത്ത ചോദ്യം നോക്കൂ. 51-ാമത്തെ ചോദ്യം, 2022 മാർച്ചിൽ ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ക്വാഡ്രൂപ്പിൾ മാസ സ്പെക്ട്രോമീറ്റർ, അതായത് ചേസ് 2 ചന്ദ്ര എക്സോസ്ഫിയറിലെ ആർഗൺ 40ൻ്റെ ആഗോള വിതരണം നിരീക്ഷിച്ചു. ചേസ് 2 എന്താണ് സൂചിപ്പിക്കുന്നത്? ചേസ് 2 എന്താണ്? അതായത് ചേസിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 അല്ലേ? ഓക്കെ, നമ്മളിത് എന്താണ് കോഡ് വെച്ച് തന്നെ പഠിച്ചതാണ്. നമ്മളൊരു സിനിമയുമായൊക്കെ കണക്ട് ചെയ്ത് ചേസ്റ്റ് അല്ലേ, എന്താണ് ചെസ്റ്റ് ചേസ് എന്നെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, അതിൽ ഈ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ. 52-ാമത്തെ ചോദ്യം, 2021 പത്മഭൂഷൺ നേടിയ തെന്നിന്ത്യൻ ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്? KS ചിത്ര. 2021 പത്മഭൂഷൺ നേടിയത്. ഓക്കെ, 2023 പത്മഭൂഷൺ നേടിയ ആരാണ്? വാണി ജയറാം. വാണി ജയറാം 2023 അന്തരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 2023 പത്മഭൂഷൺ നേടിയത് വാണി ജയറാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 53-ാമത്തെ ചോദ്യം, 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് 48 ടീമുകളാണ്. ഓക്കെ, എവിടെയാണ് വേദി? എവിടെയാണ്? മാക്. നമ്മൾ പഠിച്ചതാണല്ലേ മാക്. എന്തൊക്കെയാണ്? മെക്സിക്കോ, അമേരിക്ക, കാനഡ. മെക്സിക്കോ, അമേരിക്ക, കാനഡ. ഓക്കെ, അടുത്തത് നോക്കാം. 54-ാമത്തെ ചോദ്യം, സൽമാൻ റുഷ്ദിയുടെ ഏതു കൃതിയാണ് 2021 പ്രസിദ്ധീകരിച്ചത്? ലാംഗ്വേജസ് ഓഫ് ട്രൂത്ത്. അടുത്തത് 55, 2021 ഫുകുവോക്ക ഗ്രാൻഡ് പ്രൈസ് നേടിയത് ആര്? പരഗുമി സായിനാഥ്. ഓക്കെ, ഈ അവാർഡ് ഒരു ജപ്പാൻ്റെ ഒരു അവാർഡാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 56-ാമത്തെ ചോദ്യം, 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? രജനീകാന്താണ്. 2019 അല്ലേ? 2019 രജനീകാന്ത്. 2020 ആരാണ്? ആശ പരേഖ്. ഓക്കെ, പിന്നീട് 2 വർഷങ്ങൾ വീണ്ടും അതുപോലെ തന്നെ 2021 രജനീകാന്ത്, 2022 ആശ, ദെൻ 2023 രേഖ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്തത് നോക്കാം. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് ആയി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ. ഓക്കെ, അടുത്തത് നോക്കാം. 58-ാമത്തെ, ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഏതാണ്? 5+3+3+4. 5+3+3+4. ഓക്കെ അല്ലേ? കസ്തൂരി രംഗൻ സമിതി. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 59-ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ട. അങ്ങനെയാണെങ്കിൽ 2000 രൂപയിൽ ഏത് ചിത്രമായിരുന്നു? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അടുത്ത് നോക്കാം. 60-ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? പാരീസ് ആണല്ലേ? പാരീസ്. ഓർമ്മയുണ്ടോ? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? 2024 പാരീസ് അല്ലേ? നമ്മുടെ കോഡ് എന്താണ്? ടോപ്പിൽ ലോബി അല്ലേ? ടോപ്പ് ടോക്കിയോ 2020. 2024 പാരീസ് ടോപ്പിൽ അല്ലേ? ടോപ്പ്. അതുപോലെ ലോബി എന്താണ്? 28 ലോസ് ഏഞ്ചൽസ്, 32 ബ്രിസ്ബെയിൻ. ടോപ്പിൽ ലോബി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 61 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ടാണ്. 61 ഇംഗ്ലണ്ട്. 2023 ആരാണ്? ഓസ്ട്രേലിയ. ഓർത്തു വയ്ക്കുക.
ഓക്കെ, അടുത്തത് 62ാമത്തെ ചോദ്യം. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏതാണ്? ഹൃദയരാഗങ്ങൾ. ഏതാണ്? ഹൃദയരാഗങ്ങൾ. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 63ാമത്തെ ചോദ്യം. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആർക്കാണ്? ടി.പി. ഔസേപ്പിനാണ്. ടി.പി. ഔസേപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടത് 2023 ആർക്കാണ് ലഭിച്ചത്? ഇ. ഭാസ്കരൻ. ഓക്കെ, കബഡി ടീമിൻ്റെ പരിശീലകനാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. അടുത്തത് 64ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. ഫിഷറീസ് അതുപോലെ ചലച്ചിത്രം എല്ലാം ചുമതല വഹിക്കുന്നത് ഇദ്ദേഹമാണല്ലേ. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും അതുപോലെ അവരുടെ നിയമസഭാ മണ്ഡലങ്ങളും ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണോ വിജയിച്ചത് എന്നതും ഉൾപ്പെടുത്തി കോഡിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. 65ാമത്തെ ചോദ്യം. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. 2021 ചോദിക്കുന്നത്. ഓക്കെ, 2023 ആർക്കാണ്? 2023 മികച്ച നടി ആരായിരുന്നു? ഒന്ന് പറഞ്ഞേ. വിൻസി അലോഷ്യസ്. ഓക്കെ, 2023 വിൻസി അലോഷ്യസ് ആണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് മികച്ച നടി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. 66ാമത്തെ ചോദ്യം. ഡോക്ടർ ശോശാമ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഏതാണ്? മറ്റുള്ളവ. ഇതൊന്നുമല്ല അല്ലേ, മുകളിലുള്ള ഒന്നുമല്ല. ഓക്കെ, ഇത് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്തത് 67ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വിശ്വാസ് മേത്തയാണ് എക്സാം നടന്ന സമയത്തെ. എന്നാൽ ഇപ്പോൾ ആരാണ്? വി ഹരി നായർ. ഓക്കെ, ഇത് 2024 ചേഞ്ച് ആയതാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ഓപ്ഷനിൽ വരുന്നത് അതനുസരിച്ച് ഉത്തരം കൊടുക്കുക. വി ഹരി നായർ വന്നാൽ വി ഹരി നായർ കൊടുക്കുക. എന്നാൽ വിശ്വാസ് മേത്തയെ മാത്രമേ ഉള്ളൂവെങ്കിൽ വിശ്വാസ് മേത്ത കൊടുക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. 68ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം. വീണ്ടും 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി. വത്സല. ഓക്കെ, അടുത്ത് നോക്കാം. 70ാമത്തെ ചോദ്യം. GSLV F10 ജിയോ സിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റർ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? GISAT-1 ആണ് ആൻസർ. ഓക്കെ, അടുത്തത് നോക്കാം. 71ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് NV രാമണ്ണ. ഓക്കെ, ഉദയ് ഉമേഷ് ലളിത് എത്രാമത്തെയാണ്? 49 ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് 50 എന്നും ഓർത്തു വയ്ക്കുക. ഇപ്പോഴത്തെ DY ചന്ദ്രചൂഡ്. ഓക്കെ അല്ലേ? അടുത്തത് 72ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ഏതാണ് ശരി? ചന്ദ്രനെ പര്യവേഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൗത്യമാണ് ISROയുടെ ചന്ദ്രയാൻ 2. ശരിയാണല്ലോ? ശരിയാണ്. ചന്ദ്രനെ പര്യവേഷണം ചെയ്യാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായ ദൗത്യമാണ് ചന്ദ്രയാൻ 2. തെറ്റാണല്ലേ? വിജയകരമാണോ? അല്ല. ഓക്കെ, അടുത്തത് 2021 ഓഗസ്റ്റ് 12 വിക്ഷേപിച്ച ISROയുടെ EOS 03 ഒരു പരാജയ ദൗത്യമായിരുന്നു. അതും ശരിയല്ലേ? ശരിയാണ്. അടുത്തത് വിദ്യാഭ്യാസ സാമഗ്രികൾ എത്തിക്കുന്നതിന് ദ്വിമുഖ ആശയവിനിമയം നൽകുന്ന ഇന്ത്യയുടെ ആദ്യ സമർപ്പിത വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് GSAT-3. അതും ശരിയാണല്ലേ? അപ്പോൾ ഇവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ
1, 3, 4 1, 3, 4 വരുന്നത് ഓപ്ഷൻ എ 1, 3, 4. ഓക്കെ, അടുത്തത് 2021 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മാക്മില്ലനും സംയുക്തമായി സമ്മാനിച്ചത് അവരുടെ ഏത് പ്രവർത്തനത്തിനാണ്? അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസിൻ്റെ വികസനത്തിന്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 74ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ നിയമം 2020 പ്രകാരം ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളാക്കിയ ഭാഷകൾ ഏതൊക്കെയാണ്? കാശ്മീരി, ഡോങ്ക്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഏതൊക്കെയാണ് ജമ്മു കാശ്മീരിൻ്റെ? കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഒന്നുകൂടി പറഞ്ഞത്, കാശ്മീരി, ഡോഗ്രി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 75ാമത്തെ ചോദ്യം. 2022 ശൈത്യകാല ഒളിമ്പിക്സിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. എന്താണ്? ഫലത്തിൽ 100% കൃത്രിമ മഞ്ഞ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സാണ് ബീജിംഗ് ഗെയിംസ്. ശരിയാണ്. ദക്ഷിണ കൊറിയയെ 2022 ബീജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിൽ നിന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. ശരിയാണെന്ന് തോന്നും, പക്ഷേ തെറ്റാണ്. എന്താണ്? ദക്ഷിണ കൊറിയയല്ല അല്ലേ? എന്താണ്? നോർത്ത് കൊറിയയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആരിഫ് ഖാൻ ആൽവൈൻ സ്കീയിങ്ങിൽ 2022 ശൈത്യകാല ഒളിമ്പിക്സിന് യോഗ്യത നേടി. ശരിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. 76ാമത്തെ ചോദ്യം. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ശ്രീ തവർചന്ദ് സിഹ്ലോട്ട്. ഓക്കെ, അടുത്തത് നോക്കാം. 77ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി എന്ന് പറഞ്ഞാൽ 90 വർഷം അല്ലേ? 90 വർഷത്തിന് ആണ് 2021 ആഘോഷിച്ചത്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 മുതൽ 32 വരെയല്ലേ നടന്ന്? അപ്പോൾ 90 വർഷം 2021 നവതി ആഘോഷിച്ചു. ഓക്കെ, അടുത്തത് നോക്കാം. 78ാമത്തെ ചോദ്യം നോക്കൂ. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം പഞ്ചാബ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 79ാമത്തെ ചോദ്യം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിൽ ആണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? നമുക്കറിയാം, അമിത് ഷായാണല്ലേ? അമിത് ഷാ. ഓക്കെ, ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രാജ്യസഭയിലാണ് അവതരിപ്പിച്ചത് ശ്രീ അമിത് ഷാ. അടുത്ത് നോക്കൂ. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏതാണ്? ഉത്തരം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. 2021 പറഞ്ഞത്. 2022 എന്താണ്? ഒരേയൊരു ഭൂമി എന്നുള്ളതാണ് 2022 തീം. അതുപോലെ 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങളാണ്. ഓക്കെ, ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. 2024 വരുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, അതുപോലെ വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. ഓക്കെ, 2021 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, 2022 ഒരേയൊരു ഭൂമി, 2023 പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ, 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, നിങ്ങളിപ്പോൾ 2023 2024 PYQ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേരള PSC വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ 2023 അതുപോലെ 2024 ഇതുപോലുള്ള PYQ ഫുൾ കംപ്ലീറ്റ് PYQ കറണ്ട് അഫെയറിൻ്റെ ഫുൾ PYQ നമ്മൾ കോഡിലൂടെ അല്ലെങ്കിൽ ഫുൾ കണക്റ്റഡ് ഫാക്ട്സും
ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിലൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു അടുത്ത എക്സാമിന്, ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്കൊരു ഒരു 70% മാർക്കെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കാം. 81ാമത്തെ ചോദ്യം. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസ് ആയ ഒമിക്രോൺ വകഭേദം ഇതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതാണ്? B11529. ഓക്കെ, അടുത്തത് നോക്കാം. 82ാമത്തെ ചോദ്യം. 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P ജയചന്ദ്രൻ. P ജയചന്ദ്രനാണ് 2021. ഓക്കെ, അപ്പോൾ 2022 എന്താണ്? 2022 TV ചന്ദ്രൻ. TV ചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം. ഓക്കെ, അടുത്തത് നോക്കാം. 83ാമത്തെ ചോദ്യം. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ഏതാണ്? ജാവലിനാണ്. ജാവലിൻ. ഓക്കെ, അടുത്തത് 84ാമത്തെ ചോദ്യം. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക. ഇവിടെ COVID-19 ചോദിച്ചെങ്കിൽ ഇനി എന്താണ്? ഇനി വരുന്ന LDC പരീക്ഷകളിലൊക്കെ നമുക്ക് നിപ്പ പഠിക്കേണ്ടി വരും. നിപ്പ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. 85ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയായിരിക്കും ഓപ്ഷനായി തരുന്നത്. പക്ഷേ ഓർത്ത് വയ്ക്കുക, അരുൺകുമാറിൻ്റെ 2024 ജൂണിൽ കാലാവധി അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്? ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് വിജയഭാരതി സയാനിയാണ്. ഓക്കെ, വിജയഭാരതി സയാനിയാണ് ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. 86ാമത്തെ ചോദ്യം. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഡേവിഡ് ജൂലിയസ് ആൻഡം പാറ്റാപ്യൂട്ടിയൻ. ഓക്കെ, ചോദിച്ചതാണ്. 2-3 തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. 87ാമത്തെ ചോദ്യം. 2021 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? സ്കോട്ട്ലാൻഡിലാണ്. 2021 സ്കോട്ട്ലാൻഡ്. 2022 ഈജിപ്താണ്. ഈജിപ്ത്. 2023 ദുബായ് ആണ്. ദുബായ്. ഓക്കെ, എന്താണ്? കോപ്പ് അല്ലേ? കോപ്പ്. എത്രയാണ് പറഞ്ഞത്? 5 കൂട്ടിയാൽ മതി അല്ലേ? 5 കൂട്ടിയാൽ 2021 കൂടെ 5 കൂട്ടിയാൽ 2026 സ്കോട്ട്ലാൻഡ്. 2027 ഈജിപ്റ്റ്. 2028 ദുബായ്. ഓക്കെ, അടുത്തത് നോക്കാം. 88ാമത്തെ ചോദ്യം. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പോൾ സക്കറിയ. ഓക്കെ, വീണ്ടും ചോദിച്ചിരിക്കുന്നു. രണ്ടാമത് വീണ്ടും ചോദിച്ചിരിക്കുന്നു. അടുത്തത് നോക്കാം. 89. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പുരസ്കാരം അല്ലേ? പുരസ്കാരങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുമാത്രമല്ല, 2023 ആണെങ്കിലും 2024 ഒരുപാട് തവണ കാണാവുന്ന ഒരു ഏരിയയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ മറ്റുള്ള പുരസ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുരസ്കാരങ്ങൾ എന്നുള്ള ക്ലാസ്സുകൾ, കോഡ് വെച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്നുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അടുത്ത് നോക്കൂ. 89ാമത്തെ ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഏതാണ്? അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. വീണ്ടും അല്ലേ? രണ്ടാമതായിട്ട് വീണ്ടും ചോദിച്ചിരിക്കുന്നു. അടുത്തത് 90ാമത്തെ ചോദ്യം. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ്? P ജയചന്ദ്രൻ. 2020 P ജയചന്ദ്രനാണ് JC ഡാനിയൽ പുരസ്കാരം നേടിയത്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. 91 യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ആരാണ്?
ഒമാനാണ് അല്ലേ? ഒമാൻ. യാസ്. നമ്മുടെ 2022-23 ചുഴലിക്കാറ്റുകൾ എന്തായാലും പഠിക്കണം. നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, നമ്മൾ 2022-23 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 2022-23 മൊത്തം ചുഴലിക്കാറ്റുകൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. അടുത്ത് നോക്കൂ, 92ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. എന്നാൽ അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? വെങ്കട്ടരമണി. ഓക്കെ, വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓക്കെ, അടുത്തത് നോക്കാം. 93ാമത്തെ ചോദ്യം. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അല്ല, അദ്ദേഹവും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് മേധാവി. ഓക്കെ, അടുത്തത് നോക്കാം. 94ാമത്തെ ചോദ്യം. 2020-21 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 2021 ചോദിച്ചിരിക്കുന്നത്. 2022 പഠിക്കണം. 2022 ആന്ധ്രാപ്രദേശാണ് 2022 ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. 95ാമത്തെ ചോദ്യം. 95ാമത്തെ ചോദ്യം. ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൻ എന്നിവർക്ക് 2021 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇവർ യഥാക്രമം ഏത് രാജ്യത്ത് ജനിച്ചവരാണ്? ജർമ്മനി, സ്കോട്ട്ലാൻഡ്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിയും ഡേവിഡ് മാക്മില്ലൻ സ്കോട്ട്ലാൻഡിലുമാണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 96ാമത്തെ ചോദ്യം. 2021 ലോകകപ്പ് 2020 ക്രിക്കറ്റ് മത്സര ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. അടുത്തത് 97ാമത്തെ ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി P. വത്സലയുടെ നെല്ല് എന്താണ്? നോവലാണല്ലേ? ശ്രീ P. വത്സലയുടെ നെല്ല് എന്ന നോവലിനാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ്, പുരസ്കാരങ്ങൾ എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 5 to 7 ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ പുരസ്കാരങ്ങളിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. ചെറിയൊരു ക്ലാസ്സാണ്, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയാണ് 97 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ PYQ, കറണ്ട് അഫെയർ PYQ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ തന്നെ 2023 അതുപോലെ 2024 PYQ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് ഇതുപോലെ തന്നെ കോഡ് ഇതിലേക്കാളും കൂടുതൽ 2024 നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും കോഡ് പറഞ്ഞ് തന്നെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. 2022 അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചിലതെല്ലാം സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ 2024 ക്ലാസ് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. സമയമുണ്ടെങ്കിൽ 2023 കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വരുന്ന എക്സാമിൽ ഒരു 50 to 70 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളോടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.